മൂവി റിവ്യൂസ് പറയുന്ന ഒരാളല്ല ഞാനത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ ആലോചിക്കുന്നുണ്ടാവും എന്താണ് ഈ ചാനലിനകത്ത് ഒരു സിനിമയെക്കുറിച്ച് ഞാൻ പറയാനിരിക്കുന്നത്. ഞാൻ ഈ ഇടയ്ക്കൊരു സിനിമ ഉണ്ടായിരുന്നു, വാഴ എന്നാണ് സിനിമയുടെ പേര്. ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അതിൽ പറഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ എനിക്ക് എൻ്റെ ലൈഫിലുള്ള കുറേ കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി. എൻ്റെ ലൈഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 18-19 വർഷങ്ങളായിട്ട് കരിയർ എക്സ്പേർട്ട് എന്ന നിലയിൽ ഞാൻ പ്രവർത്തിക്കുമ്പോൾ ഞാൻ അനുഭവിച്ച, ഞാൻ പല കുട്ടികളുടെ ലൈഫിൽ കണ്ട കുറേ കാര്യങ്ങൾ ആ സിനിമയിൽ കണക്റ്റഡ് ആയിരുന്നു. ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ അതിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് സംസാരിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ഇതൊരു മൂവിയുടെ റിവ്യൂ അല്ലാട്ടാ, അല്ലെങ്കിൽ ഇതൊരു സ്പോയിലർ ആകാൻ പാടില്ല എന്നും എനിക്ക് നിർബന്ധമുണ്ട്. ബ്രില്യൻറ്റ് മൂവി ബൈ ദ വേ. നല്ല രീതിയിൽ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ട്, റിയലിസ്റ്റിക് ആയിട്ടാണ് കാര്യങ്ങൾ കൊണ്ടുപോയിരിക്കുന്നത്. അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ക്യാരക്ടറിനോട് നീതി പുലർത്തുക എന്നൊക്കെ പറയില്ലേ, അമ്മാതിരി തന്നെ. അപ്പോൾ നമുക്കിനി ആ കരിയറിൻ്റെ സംഭവത്തിലേക്ക് വരാം. ഞാൻ മുമ്പ് ഒരിക്കൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ദയവ് ചെയ്ത് എനിക്ക് ലോങ് ഇമെയിൽസ് അയക്കരുത്, അതിന് ഓരോന്നിനും എനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല, സമയത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ഈ പറഞ്ഞ ലോങ് മെയിലുകളില്ലേ, അതിൽ പലപ്പോഴും ഞാൻ വായിച്ചിട്ടുള്ള കഥകളാണ് ഇതിനകത്തൊക്കെ വന്നിട്ടുള്ള കുറേ സംഭവങ്ങൾ. വേറെ കുറേ സംഭവങ്ങൾ എന്ന് പറയുന്നത് എൻ്റെ അടുത്ത് നേരിട്ട് വന്നിട്ടുള്ള പാരൻസിലും കുട്ടികളിലും ഞാൻ കണ്ടിട്ടുള്ള കുറേ കാര്യങ്ങൾ. ഈ ലോങ് മെയിൽസ് അയക്കുന്നവർ പലപ്പോഴും പിള്ളേർ പറയും, ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാൻ, ഇതൊക്കെ ചെയ്തു, ഇപ്പം എങ്ങനെയാണ് നിൽക്കുന്നത്, പെട്ടുപോയി മാം, ഇനി എന്ത് ചെയ്യുമെന്നൊക്കെയാണ് ചില മെയിലുകളിൽ ഉണ്ടാവാറുള്ളത്. ഇനി പാരൻസിൻ്റെ ഭാഗത്തു നിന്ന് ഉള്ള ഒരുപാട് കാര്യങ്ങളെ വളരെ റിയലിസ്റ്റിക് ആയിട്ട് ഈ മൂവിനകത്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. പാരൻസിൻ്റെ മാത്രമല്ല, കുട്ടികളുടെ ഇതിലും. ദി ബയോപിക് ഓഫ് എ ബില്യൺ ബോയ്സ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ടാഗ് ലൈൻ പോലെ കൊടുത്തിരിക്കുന്നത്. ആൻഡ് വിച്ച് ഇസ് ഓൾസോ ട്രൂ, ഐ വുഡ് സേ. ഇതിൽ നമ്മൾ ഈ കരിയറുമായിട്ട് ബന്ധപ്പെടുത്തി സംസാരിക്കുമ്പോഴേ പാരൻസ്, ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുള്ള കാര്യമാണ്, അവർക്ക് അവരുടെ ജീവിതത്തിൽ ആകാൻ പറ്റാതെ പോയ ഒരു പൊസിഷൻ ഉണ്ടാവും, ഒരു ഡെസിഗ്നേഷൻ ഉണ്ടാവും, ഒരു സാമ്പത്തിക അവസ്ഥ ഉണ്ടാവും. ഇതിലേക്കൊക്കെ തൻ്റെ കുട്ടി എത്തിച്ചേരണം എന്ന ആഗ്രഹം ഏത് പാരന്റിനും ഉണ്ടാവും. അതുകൊണ്ട് നിനക്ക് 2 ഓപ്ഷൻ ഉണ്ട്, ഒന്നിലൊരു ഡോക്ടർ ആവാം, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ. അതിൽ ഞാൻ പാരന്റിന് ഒരിക്കലും കുറ്റം പറയില്ല കേട്ടോ. കുഞ്ഞ് ജനിക്കണ സമയം മുതൽ ഇങ്ങനെ കൂട്ടി വെക്കുന്നുണ്ടാവും പൈസ. എന്തിന്? ആ കുട്ടീൻ്റെ ഫ്യൂച്ചർ സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട്. നല്ല എഡ്യൂക്കേഷൻ കൊടുക്കണം, എന്നിട്ട് ആ കുട്ടീനെ സ്വന്തം കാലിൽ നിൽക്കാനുള്ളൊരു കപ്പാസിറ്റിയിലേക്ക് എത്തിക്കണം, അതിന് നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്യണം. ഇതൊക്കെ വിചാരിച്ചിട്ടാണ് അവർ ചെയ്യുക, നല്ലതിന് വേണ്ടിയിട്ടാണ് ചെയ്യുക. അല്ലെങ്കിൽ ഏതെങ്കിലും പാരന്റ് നമ്മുടെ സ്വന്തം കുഞ്ഞ് മോശമായിട്ട് പോട്ടെ എന്ന് വിചാരിക്കുമോ? ഇല്ല, ഏറ്റവും നന്നായിട്ട് അവർ വരണമെന്ന ആഗ്രഹത്തിൽ തന്നെയാണ് ചെയ്യുക. പക്ഷേ ഈ ആഗ്രഹം പലപ്പോഴും ഓവർ ആഗ്രഹം അല്ലെങ്കിൽ ഓവർ എക്സ്പെക്റ്റേഷനായി മാറാറുണ്ട്. ഞാൻ സ്ഥിരം കേൾക്കുന്ന ഒരു ഡയലോഗാണ്, എൻ്റെ മോനുണ്ടല്ലോ ഭയങ്കര സംഭവമാണ്, അവൻ മനസ്സ് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു മണിക്കൂർ അവൻ മൈൻഡ് അപ്ലൈ ചെയ്ത് പഠിച്ചാൽ അവൻ റാങ്ക് മേടിച്ചളയും. എൻ്റെ മോളുണ്ടല്ലോ സൂപ്പറാണ്, മനസ്സ് വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവലിലെത്തും. പക്ഷെ ചോദ്യം ഇതാണ്, മനസ്സ് വയ്ക്കുന്നില്ലല്ലോ. മനസ്സ് വയ്ക്കാത്തിടത്തോളം കാലം ഇത് നമ്മൾ ഡയലോഗായിട്ട് പരസ്പരം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ? നമുക്ക് റിയലിസ്റ്റിക് ആയിട്ട് ചിന്തിച്ചിട്ടല്ലേ കാര്യമുള്ളൂ. റിയലിസ്റ്റിക് ആയിട്ട് ചിന്തിക്കാണ്ട് പഠിക്കും മനസ്സ് വെച്ചാൽ, എന്നാൽ പഠിക്കുന്നില്ല, മനസ്സ് വെച്ചാൽ പഠിക്കുമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഒരു കോഴ്സിനെ കൊണ്ട് ജോയിൻ ചെയ്യിക്കുക. 12 ക്ലാസ്സിലൊക്കെ എത്തിയ കുട്ടികളാവുമ്പോഴത്തേനും അവർക്ക് അവരുടേതായിട്ടുള്ള തോട്ട് പ്രോസസ്സൊക്കെ വന്നിട്ടുണ്ടാവും. പിന്നെ വേറൊന്ന് സബ്ജക്റ്റ് ബേസ് ആണ്. 12ാം ക്ലാസ് വരെ എത്തിയില്ലേ, അതുവരെയുള്ള ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള ബേസ് സ്ട്രോങ് ആയിരിക്കണ്ടേ. ഇതൊന്നും സ്ട്രോങ് അല്ലാതെ അവരെ കൊണ്ട് പറ്റാത്തൊരു സ്ഥലത്തേക്ക് നിങ്ങൾ കൊണ്ട് ഇടുമ്പോൾ, അത് മിക്കവാറും ഞാൻ കണ്ടിട്ടുള്ളത് എൻജിനീയറിങ്, അതുപോലെ തന്നെ സ്റ്റഡി അബ്രോഡ്, MBBS, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതിലേക്കൊക്കെ കൊണ്ടുവന്ന്, പിന്നെ ഈ CA ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ACCയുടെ കോഴ്സിന് കൊണ്ട് ജോയിൻ ചെയ്യുന്നത്, ഇങ്ങനെ പലതും ആവാട്ടോ. ഇപ്പോൾ 3-4 കോഴ്സിൻ്റെ പേര് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അതിനെ മാത്രം വെച്ച് ചിന്തിക്കണ്ട. കുട്ടികൾക്ക് പറ്റാത്ത, അതായത് അവർക്ക് പഠിച്ചെത്താൻ പറ്റാത്ത പല സാധനങ്ങളിലേക്കും നിർബന്ധിച്ച് പാരൻറ്റിൻ്റെ ഒരു ആഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് മാത്രം കൊണ്ട് ആക്കുകയാണ്. ഇതൊരു അൺറിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷനാണ്. ഈ അൺറിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻ വരുമ്പോഴത്തേനും എന്താ സംഭവിക്കുക എന്നറിയോ? കുട്ടികൾക്ക് അവരെന്ത് കോഴ്സിലാണോ എത്തുന്നത് ആ സാധനം മര്യാദയ്ക്ക് പഠിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടാവും. മര്യാദയ്ക്ക് പഠിക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ സപ്ലി വീഴും. സപ്ലി വീഴുന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? നല്ല ക്യാമ്പസ് ഇൻ്റർവ്യൂകളൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അവരുടെ റൂട്ട് മാറിപ്പോവും. എന്ന് വിചാരിച്ച് ഈ കുട്ടികളെല്ലാം ജീവിതത്തിൽ ഫെയിലിയർ ആയി പോകുമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അവർ അവരുടേതായിട്ടുള്ള വേറൊരു വഴി ചിലപ്പം കണ്ടെത്തിയും വരും. ചിലർ കണ്ടെത്തി കയറും, ചിലർ കണ്ടെത്താൻ പറ്റാതെ കോൺഫിഡൻസ് മൊത്തത്തിൽ പോയി വേറൊരു സിറ്റുവേഷനിലേക്ക് വരും.
ഇപ്പം തന്നെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത ഒരു സബ്ജക്റ്റ് എടുത്ത് പഠിച്ചു പോകുന്ന ഒരു കുട്ടി അതിൽ മോശം മാർക്കുകൾ വാങ്ങി തുടങ്ങുമ്പോൾ സ്വന്തമായിട്ട് ആ കുട്ടിയുടെ കോൺഫിഡൻസും കൂടി കുറയുകയാണെന്നുള്ള വിഷയം പലപ്പോഴും പലരും മറന്നു പോകുന്നുണ്ട്. നമ്മളിങ്ങനെ പേടിപ്പിച്ച് പഠിപ്പിക്കാൻ നോക്കുമ്പോഴേ അവർക്കത് പറ്റാത്തതാണ്. അത് അറ്റ പോയിന്റ് നമ്മൾ മനസ്സിലാക്കണ്ടേ. ഒന്നുകിൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്കിത് സ്വയം മനസ്സിലാവണം, അല്ലെങ്കിൽ ആരുടെ അടുത്തെങ്കിലും പോയിട്ട് അവരിൽ നിന്ന് നമ്മളത് മനസ്സിലാക്കണം. പലപ്പോഴും ഈ ഒരു കാറ്റഗറി ഓഫ് പാരൻസ് ആൻഡ് കുട്ടികൾ കരിയർ ഗൈഡൻസ് ഒന്നും എടുത്തു വരുന്നവരല്ല. നമ്മളെപ്പോലുള്ളവരെ ഒന്നും അവർ കാണാൻ ശ്രമിക്കാറില്ല. അവർ പലപ്പോഴും ചിന്തിക്കുന്നത് എനിക്ക് എൻ്റെ കുട്ടിയെ അറിയാം, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞാനല്ലേ എൻ്റെ കുട്ടിയെ കാണുന്നത്, അപ്പോൾ എനിക്കറിയാമല്ലോ എൻ്റെ കുട്ടി എന്തിലാണ് നന്നാവുക എന്നുള്ളത്. ഒരു 2 മണിക്കൂർ ആരുടെയെങ്കിലും ഒരാളുടെ മുമ്പ് പോയിരുന്ന അവരാണോ പറഞ്ഞു തരേണ്ടത് എൻ്റെ കുട്ടി എന്താണ് എന്നുള്ളത്. നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ സ്വപ്നങ്ങളും നിങ്ങളുടെ ആഗ്രഹങ്ങളും പിന്നെ ഒരു 10 പോയിന്റ് ബോണസും കൂടെ ചേർത്തിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ കുട്ടിയെ കാണുക. കാരണം കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞാണ്, അതുകൊണ്ടാണ് ഇത് അവിടെ സംഭവിക്കുന്നത്. പക്ഷെ ഒരു തേർഡ് പാർട്ടി എപ്പോഴും എന്ത് ചെയ്യും, വളരെ ഒബ്ജക്റ്റീവായിട്ട് കാര്യങ്ങളെ കാണും, എന്നിട്ട് കൃത്യമായിട്ട് പറയും ഇതിങ്ങനെയാണ് സംഭവിക്കുന്നത്. എന്നാൽ അത്തരം ഒരാളെ കാണാൻ ഇവരാരും തന്നെ ഒരു എഫേർട്ട് എടുക്കാറില്ല. മറിച്ച് എനിക്കറിയാം എൻ്റെ കുട്ടിയെ എന്ന് വിചാരിച്ച് അവരുടെ ഒത്തിരി അൺറിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻസിനെ കൊണ്ട് കുട്ടീൻ്റെ മുകളിൽ തട്ടി അതിനെ ആ ഒരു പ്രഷറിലേക്ക് കൊണ്ടാക്കും. ഇനി ചില പിള്ളേരുണ്ടേ വളരെ കൃത്യമായിട്ടൊരു സാധനം എടുത്ത് പഠിക്കാൻ കൊടുത്താലും പഠിക്കാൻ മടിയാന്ന് പറയുന്ന ഒരു കാറ്റഗറി, അത് വേറെയാണ്. ഞാനീ പറയുന്നത് ഈ ഒരു അൺറിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻസ് കൊണ്ട് ചെന്ന് ഒരു സ്ഥലത്തേക്ക് വീണിട്ട് അവിടെ നിന്ന് ഒന്നും ആകാൻ പറ്റാതെ പോകുന്ന എത്രയോ കുട്ടികൾ, മറിച്ച് അവരെ കറക്റ്റായിട്ട് നമുക്ക് ഗൈഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ്ട്രീംലി ബ്രില്യൻ്റ് ആയിട്ട് വരുന്ന ഒത്തിരി പിള്ളേർ ലൈഫിൽ ഉണ്ടാവാറുണ്ട്. ഇനി വേറെയും കഥകൾ കഥകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ അടുത്ത് വരും. അത് ഞാൻ കണ്ട കരിയർ കഥകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു സീരീസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ ഈ സ്റ്റോറി പറഞ്ഞിട്ടുമുണ്ട് ഒരിക്കൽ. അതായത് നമ്മുടെ മുന്നിൽ വന്നിരുന്നിട്ട് നമ്മൾ കൃത്യമായിട്ട് ടെസ്റ്റൊക്കെ നടത്തി ഇത് പറഞ്ഞു കൊടുക്കും, ഇതാണ് കുട്ടിക്ക് പറ്റുന്നത്, കുട്ടിയുടെ ഇതുവരെയുള്ള ഒരു സബ്ജക്ട് നോളജ് വെച്ച് ദിസ് ഇസ് ഗോയിങ് ടു ബി ദ റൈറ്റ് തിങ്. പക്ഷേ ഇതെല്ലാം നമ്മുടെ മുമ്പ് ഇരുന്ന് തലയാട്ടി കേട്ടേച്ച് പുറത്തിറങ്ങി പോയിട്ട് അവർക്ക് ഇഷ്ടമുള്ള സാധനത്തിൽ മാത്രം കൊണ്ടുവന്ന് ആക്കും. എന്നിട്ട് ഫ്യൂച്ചറിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ പെട്ടിട്ട് തിരിച്ചു വരിക. നമ്മൾ പാരൻസ് കുട്ടികളൊരു നമ്മൾ വിചാരിക്കുന്ന ഒരു ലെവലിലാകാതാവുമ്പോഴത്തേനും വറീഡ് ആവില്ലേ? നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ നമ്മുടെ കുട്ടികൾ എത്രമാത്രം വറീഡ് ആയിരിക്കുമെന്ന്? അത് ഞാൻ കാണുന്നൊരു സാധനമാണ്. ചില കുട്ടികളൊക്കെ ഉണ്ട് എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് അവർ ആദ്യം വരുമ്പം അവർ അമ്മയുടെ അച്ഛൻ്റെയും കൂടെ മുറിക്കകത്ത് കയറി വരുമ്പോൾ അവരുടെ മുഖത്തുണ്ടാവുന്ന ഒരു ഭാവം എന്ന് പറഞ്ഞാൽ വളരെ റിബല്യസ് ആയിട്ടുള്ളൊരു ഭാവമായിരിക്കും. അപ്പോൾ പാരൻസിനോട് മാത്രമായിട്ട് സംസാരിച്ച് അവരെ പുറത്താക്കി പിന്നെ കുട്ടീനെ മാത്രമായിട്ട് വിളിച്ച് സംസാരിച്ചിങ്ങനെ പതുക്കെ ഇതിലേക്ക് വന്ന് കുട്ടിക്ക് എന്നോട് തുറന്ന് സംസാരിക്കാം എന്ന് പറയുന്നൊരു മൈൻഡ് സെറ്റ് എത്തുമ്പോഴത്തേനും അവരിങ്ങനെ തുറന്ന് പറയുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, നമുക്ക് കേൾക്കുമ്പോൾ തോന്നും ദൈവമേ അത് ആ രീതിയിൽ ആ കുട്ടി അവർക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റിയിരുന്നത് എങ്കിൽ. പാരൻ്റ് വന്നിട്ട് ഞാൻ എക്സ്ട്രീംലി വറീഡാണ് മാം, എത്ര പൈസയാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നത്, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് സംസാരിച്ചിട്ടുണ്ടാവും. കുട്ടികൾ അവരുടെ ലൈഫിനോർത്ത് വറീഡാണ്. ഇനി എന്ത് ചെയ്യും, പെട്ടുപോയി, ജാങ്കോ ഞാൻ പെട്ടു എന്ന് പറയുന്ന പോലെ പെട്ട് കിടക്കുക, ഇനി അടുത്ത് ഞാനിനി എന്ത് അവസ്ഥയിലേക്കാണ് പോകാൻ പോകുന്നത്, അതുകൊണ്ടിട്ട് എൻ്റെ ലൈഫിൽ ഒരു കരിയറിലെത്താൻ പറ്റുമോ, എനിക്ക് ഞാൻ വിചാരിക്കുന്ന രീതിയിലുള്ളൊരു ലൈഫ് സ്റ്റൈൽ, പിള്ളേർക്ക് എല്ലാവർക്കും ഒരു എക്സ്ട്രീംലി ബ്രില്യൻ ലൈഫ് സ്റ്റൈൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്, അല്ലെങ്കിൽ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ, അതിലേക്കൊക്കെ എത്താൻ പറ്റുമോ, ഇതൊക്കെ ആലോചിച്ചിട്ട് പിള്ളേരും എക്സ്ട്രീംലി വറീഡാണ്. ആ പിള്ളേരുടെ വിഷമം അവർ പലപ്പോഴും പുറത്ത് കാണിക്കുന്നത് ദേഷ്യമായിട്ടാണ്. അപ്പം പാരൻസിനെ കൺസിഡർ ചെയ്യുന്നത് ഒന്നും പഠിക്കുകയുമില്ല, ആവശ്യമില്ലാതെ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴിങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നു. ആ ദേഷ്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ സങ്കടത്തിനെ പുറത്ത് കാണിക്കുന്ന വഴിയാണ്. ചിലർ കരയും, എല്ലാവരും കരയത്തില്ല. ഈ പ്രായത്തിലുള്ള പിള്ളേർ അധികം കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ദേഷ്യത്തിലേക്ക് പോകും, അതല്ലാന്നുണ്ടെങ്കിൽ വല്ലാത്തൊരു ഡിപ്രഷനിലേക്ക് പോയി വീഴും. ആരോടും പ്രത്യേകിച്ച് ഒന്നും സംസാരിക്കാതെ ഭയങ്കരമായിട്ട് ഉൾവലിഞ്ഞ് വേറൊരു സിറ്റുവേഷനിലേക്ക് പോകും. അപ്പോൾ ഇത് നമ്മളൊന്ന് പരസ്പരം മനസ്സിലാക്കണം കേട്ടോ. ഇത് പിള്ളേരെ മാത്രം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത വീഡിയോ ഒന്നുമല്ല, ഇതിന് 2 സൈഡുണ്ട്. അപ്പോൾ ഇതിൽ പാരൻസിൻ്റെ ഇതെന്ന് പറയുന്നത് പാരൻസ് മനസ്സിലാക്കാനുള്ള കുറേ കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത് കേട്ടോ. വിച്ച് ഈസ് മച്ച് നീഡഡ്. ഒബ്ജക്റ്റീവായിട്ട് നിങ്ങളുടെ കുട്ടികളെ കാണുക എന്നുള്ളത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. പിന്നെ നിങ്ങൾ എന്ത് പ്രൊഫഷനിലാണോ അത് ഞാൻ വേറെ കാണുന്നൊരു സംഭവമാണ്. ഇവിടെ ദുബായിലാണെങ്കിൽ നേഴ്സുമാരായിട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ ഈ നേഴ്സുമാർ പലപ്പോഴും മക്കളെ കരിയർ ഗൈഡൻസിന് കൊണ്ടുവരുമ്പം അവർ പറയുന്നൊരു കാര്യമുണ്ട്, എനിക്ക് എൻ്റെ മകനോ മകളോ ഡോക്ടറായി കാണണം എന്നുള്ളതാണ് ആഗ്രഹം. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
അവർ കണ്ട ഒരു നല്ല പ്രൊഫഷൻ, അതായത് നോക്കുമ്പോഴത്തേനും ഡോക്ടറിന് നല്ല രീതിയിലുള്ളൊരു റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്, സംഭവം കൊള്ളാം, സാലറി നല്ലതാണ്, ഇവരവരുടെ കീഴിലാണുള്ളത്. അപ്പോൾ നാളെ എൻ്റെ മകനോ മകളോ ആ ഒരു പൊസിഷനിലേക്ക് എത്തണം എന്ന് ആഗ്രഹിച്ചിട്ട് ഈ സെയിം പ്രൊഫഷൻ എന്ന് പറയുമ്പോഴത്തേനും നേഴ്സ്, മകനോ മകളോ നേഴ്സ് ആവണം എന്നല്ല പറയുക, ഡോക്ടർ ആവണം എന്നാണ് പറയുക. ഇപ്പം ഏതെങ്കിലുമൊക്കെ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ അവർ പലപ്പോഴും പറഞ്ഞ് ഞാൻ കേൾക്കാറുള്ളൊരു സാധനമാണ്, മോനൊരു എൻജിനീയറായി കാണണം എന്നുള്ളത്. കാരണം അവർ കണ്ടിട്ടുള്ള പ്രൊഫഷൻ എന്താണോ അതിൻ്റെ ഒരു ഹയർ സാധനം പലപ്പോഴും കുട്ടികളായി തീരണം എന്നുള്ളൊരു കാര്യം ഇവരിങ്ങനെ ചിന്തിച്ച് കൂട്ടാറുണ്ട്. ഇതൊക്കെ നമ്മൾ കാണുന്ന കേൾക്കുന്ന സംഭവങ്ങളാണ്. ഇനി എനിക്ക് ഈ സിനിമ എടുക്കുന്ന ആൾക്കാരോടൊരു കാര്യം പറയാനുണ്ട്. പലപ്പോഴും പല മൂവീസിലും നിങ്ങൾ ഈ ആൺകുട്ടികളുടെ പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ പെൺകുട്ടികൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ കരിയറിൻ്റെ ഇതിൽ. ഒരുപാട് ഡ്രീമുകളൊക്കെ ആയിട്ട് ലൈഫിൽ വന്ന് കോളേജിലേക്ക് എത്തിപ്പെട്ട് അവസാനം വേറെ അവസ്ഥകളിലേക്കൊക്കെ ചെന്നെത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ പെൺകുട്ടികളുടെയും അവസ്ഥ ഏതാണ്ട് സിമിലർ തന്നെയാണ്. ഇതിൽ പലപ്പോഴും സിനിമകളിലെ ക്യാരക്ടേഴ്സ് നമ്മൾ ആൺകുട്ടികളെയാണ് അധികം കാണാറുള്ളത്. ബട്ട് ഗേൾസ് ആർ ഓൾസോ ഫേസിങ് ദി സെയിം പ്രോബ്ലം എന്ന് പറയുമ്പോൾ ചെറിയ ചില ഡിഫറൻസുകളുണ്ട്. കാരണം ഈ ഫ്രീഡത്തിൻ്റെ കാര്യത്തിലും മറ്റും അതിലൊക്കെ പറയാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദർ ആർ സോ മെനി അതർ തിങ്സ്. ഇതെല്ലാം സിനിമ കണ്ടപ്പോഴത്തേന് നിങ്ങളുടെ അടുത്തൊന്ന് സംസാരിക്കണമെന്ന് തോന്നി. കാരണം റിയലിസ്റ്റിക് ആയിട്ടുള്ള പല കാര്യങ്ങളും കണ്ടുവേ അതിനകത്ത്. അതുകൊണ്ട് പറഞ്ഞോന്നേ ഉള്ളൂ. പാരൻസിനോട് പറയാനുള്ളത് ഇത്രയാണ്: നിങ്ങളുടെ കുട്ടീനെ നിങ്ങൾക്ക് എന്താണോ ആകാൻ പറ്റാത്തത് അതാകണം എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അതാക്കണം എന്ന് പറഞ്ഞിട്ട് കിടന്ന് പിടിക്കരുത്. അവർ ഒരു യുണീക്കായിട്ടുള്ള ഹ്യൂമൻ ബീങ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങളുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും അത് വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. പക്ഷേ അതുപോലെ ആ കുട്ടിക്കും ഉണ്ടാവും. നമ്മൾ എന്താ ചെയ്യേണ്ടത്? കുട്ടീനെ റൈറ്റായിട്ട് ഗൈഡ് ചെയ്ത് കൊടുക്കുക. ദിസ് ഈസ് ദ വേ യു ഷുഡ് ബി ഗോയിങ്. എല്ലാവർക്കും ഡോക്ടറും എൻജിനീയറും ഒന്നും ആകാൻ പറ്റത്തില്ല. ഓരോരുത്തരും ഈ പ്രായം കൊണ്ട് പഠിച്ച് അവരുടെ സബ്ജക്റ്റ് നോളജും പഠിക്കാനുള്ള എബിലിറ്റിയും ഒക്കെ ഡിഫറെൻ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേ നമുക്ക് ബുർജ് ഖലീഫ പണിയാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം എല്ലാവർക്കും ഓർമ്മ വേണം. കീപ് ഗോയിങ്, ഹാപ്പി ലേണിംഗ്.